ആർച്ച, കോഴിക്കോട് കാലിക്കറ്റ് സൈലത്തിൻ്റെ JE സെൻറ്ററിലാണ് പഠിക്കുന്നത്. ഹൈബ്രിഡ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്സുകൾ തരികയാണ് ഹൈബ്രിഡ് സിസ്റ്റം. അതെന്ന് പറയുമ്പോൾ ഒരു ദിവസം നമ്മൾ ഓൺലൈൻ ക്ലാസ് കണ്ടിട്ട് അന്നത്തെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഓൺലൈൻ ക്ലാസ് കണ്ടിട്ട് ആ സെയിം ടോപ്പിക്ക് തന്നെയാണ്. ടോപ്പിക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് സാറുമാർ വന്നിട്ട് പിറ്റേ ദിവസം ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്ന് പഠിപ്പിക്കുന്നുണ്ട്. അത് തന്നെ നമുക്ക് അന്ന് രാത്രി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ റിവിഷൻ ചെയ്യുക. പിന്നെ പിറ്റേ ദിവസം ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽസിനുള്ള പഠിച്ചു കഴിഞ്ഞിട്ട് കുറച്ചൊരു ടൈം ഉണ്ടെങ്കിൽ റിവൈസ് ചെയ്യുക. ഇതൊക്കെയാണ് ഒരു ഹൈബ്രിഡ് മോഡലിംഗ്. ഹൈബ്രിഡിൻ്റെ പോസിറ്റീവായിട്ടെന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ നമുക്ക് ടൈം തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ഒരു ടോപ്പിക്ക് തന്നെ 2 ദിവസം നമ്മളിരുന്ന് പഠിക്കുന്നതുകൊണ്ട് അതിൻ്റേതായ പോസിറ്റിവിറ്റി ഉണ്ട്. പിന്നെ ഹൈബ്രിഡ് മോഡൽ എന്ന് പറയുമ്പോൾ ഓഫ്ലൈൻ ഡേയ്സിൻ്റെയും ഓൺലൈനിൻ്റെയും രണ്ടിൻ്റെയും പോസിറ്റീവ്സ് എടുത്ത് പറയണം. പോസിറ്റീവ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവാറുണ്ട്. ഇപ്പോൾ റിവിഷനുള്ള ടൈം കിട്ടുന്നുണ്ട്. പിന്നെ DTS ഒക്കെ പറയുമ്പോൾ നമുക്കതൊരു നല്ല കാര്യമായിട്ട് തന്നെ പറയാൻ പറ്റും. ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ആദ്യത്തെ ഒരു മാസം നമുക്കത് ആ ഒരു ഫ്ലോയ്ക്ക് എത്താൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. മീൻസ് ആദ്യത്തെ കുറച്ച് മാസം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോയ്ക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഇപ്പോൾ നമുക്ക് ടൈം പോണത് അറിയില്ല. മീൻസ് നമ്മൾ ആ റിതംക്ക് എത്തില്ലേ, അങ്ങനെ എത്തുമ്പോൾ നമുക്കതൊരു ആദ്യത്തെ വട്ടെ അതിപ്പോൾ നമ്മൾ ഒരു പുതിയ സ്ഥലത്തേക്ക് എത്തുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ഇതിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈബ്രിഡ് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നും. റിവിഷൻ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ക്ലാസ്സിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പിന്നെ അത് ഇപ്പോൾ ശരിയാക്കിയപ്പോൾ ക്ലാസ് നമുക്ക് സ്പീഡിൽ കണ്ടു തീർക്കുകയാണെങ്കിൽ ബാക്കി വരുന്ന ടൈമിൽ നമുക്ക് റിവിഷൻ ചെയ്യാനും പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ടൈം കിട്ടാണ്ട് എക്സ്ട്രാ. ഇത് കൂടാണ്ട് തന്നെ നമുക്ക് ക്ലാസ്സിലും കുറേ പ്രോബ്ലംസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ടോപ്പിക്സ് എടുത്ത് കഴിഞ്ഞിട്ട് മാത്സിലൊക്കെ ആണെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാറുണ്ട്. ക്ലാസ്സിൽ തന്നെ ഓഫ്ലൈനിൽ ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതും ഇതും പിന്നെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി വരുന്ന ടൈം നമ്മുടെ ഭാഗത്തു നിന്നും പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുമല്ലാണ്ട് ക്ലാസ്സിലുള്ളത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന അപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ചെയ്യണം. പോസിറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒന്ന് ടൈം, പിന്നെ ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് നിർത്തി ഒക്കെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റും. ഓഫ്ലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇൻട്രാക്റ്റീവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തന്നെ ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻ ആയാലും ഇപ്പോൾ എനിക്ക് ഓൺലൈനൊന്നും ഡൗട്ട് ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ള പിള്ളേർക്ക് ഓഫ്ലൈൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് ടീച്ചേഴ്സിനായിട്ട് ഡൗട്ട് ചോദിക്കാൻ പറ്റുമ്പോൾ അതൊരു പോസിറ്റീവാണ്. ഇപ്പോൾ ഓൺലൈനിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടോപ്പിക്ക് തന്നെയാണല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കുറച്ച് വിവരമുള്ളതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഓഫ്ലൈനിൽ വരുമ്പോൾ നമുക്ക് ആ കോൺഫിഡൻസിൽ തന്നെ സാർമാരോട് ഡൗട്ട് ചോദിക്കാൻ പറ്റും. പിന്നെ ക്ലാസ്സിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി അറിയാം ഇതാണ് സാർ എടുക്കാൻ പോണത്, ഇതാണ് ടോപ്പിക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് സാർമാർക്കും കുറച്ചും കൂടി എക്സ്ട്രാ പോയിന്റ്സ് തരാൻ സാറന്മാർക്ക് പറ്റും. അങ്ങനെ എടുക്കുന്ന സാറുമാരെ ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലാസ് കണ്ടതാണ് എന്നുള്ളപ്പോൾ ബാക്കി സാറുമാർ കുറച്ചും കൂടി ഒരു എക്സ്ട്രാ ആയിട്ട് പറയാൻ സാറുമാർക്ക് പറ്റാറുണ്ട്. അതൊക്കെ ഒരു പോസിറ്റീവ് തന്നെയാണ്.